Hey folks, welcome to another episode of Turbo Drive. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഏറ്റവും പുതിയ Kia Carens Clavis ആണ്. Kia Carensൽ നിന്നും ക്ലാവിസിലേക്ക് വരുമ്പോൾ വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഡിസൈൻ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അത് ഫ്രണ്ട് മാത്രമല്ല, പിൻഭാഗത്ത് മാത്രമല്ല, ഇന്റീരിയർ ഉൾപ്പെടെ എല്ലാ തരത്തിലും മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഏറ്റവും പുതിയ Carens ക്ലാവിസിനെ Kia അവതരിപ്പിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കിയയുടെ ഇന്റർനാഷണൽ മോഡൽസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെയിം പാറ്റേൺ നമ്മളിപ്പോൾ ഏറ്റവും പുതിയ Kia Ceros കണ്ടിട്ടുള്ളതാണ്. പുതിയൊരു LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു ട്രൈ ആംഗിൾ പാറ്റേണിലാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു ഹെഡ് ലാമ്പിനോട് ചേർന്ന് തന്നെ DRL ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ രണ്ട് വശങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു LED DRLs കൊടുത്തിരിക്കുന്നത്. അതിൽ ഇൻഡിക്കേറ്ററിന്റെ ആ ഒരു എലമെന്റും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു DRLs കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് നോർമലി നമുക്ക് ഗ്രില്ലായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതൊരു കൂടാതെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് ലഭിക്കുന്നുണ്ട്. ഇവിടെയാണ് ആ ഒരു ഗ്രില്ലിന്റെ ഭാഗവും എയർ ഇൻടേക്ക് യൂണിറ്റും കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ടുണ്ട്. വളരെയധികം ഭംഗി കൊണ്ടുവരാനായിട്ട് ഈ ഒരു എലമെന്റ്സിനെല്ലാം സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. അത് 360 ഡിഗ്രി പാർക്കിംഗ് യൂണിറ്റിന്റെ ഒരു ഭാഗമാണ്. കൂടാതെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലോബൽ ഡിസൈൻ വന്നതോടുകൂടി ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു യൂണിറ്റ് ഒഴിവാക്കപ്പെട്ടു. ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്ക് ഈ ഒരു വാഹനത്തിന് ലഭിച്ചേനെ. 17 ഇഞ്ച് വലിപ്പമുള്ള പുതിയ ഒരു അലോയ് വീൽ പാറ്റേൺ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. കൂടാതെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കുകൾ വരുന്നുണ്ട്. റൂഫ് റെയിൽസ് ലഭിക്കുന്നുണ്ട്. റിക്വ സെൻസേഴ്സ് ഉണ്ട്. കൂടാതെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ്റെ വാണിംഗ് നമുക്ക് ഈ മിററിൽ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റും ഈ മിററിനോട് കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റിയർ ഏരിയയിലേക്ക് വരികയാണെങ്കിലും മുൻഭാഗത്ത് എങ്ങനെയാണോ ചേഞ്ചസ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഡിറ്റോ കോപ്പിയാണ് ഈ ഒരു പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. മുൻപിൽ നമുക്ക് DRLs രണ്ട് വശങ്ങളിൽ കണക്ട് ചെയ്യുന്ന DRLs കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ രണ്ട് ടെയിൽ ലാമ്പിനെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഒരു വലിയ LED പാനൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിലൊരു ഗ്ലോസി ബ്ലാക്ക് എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ പാറ്റേണും ഫുൾ LED യൂണിറ്റും ഒരു പ്രത്യേക ഭംഗി ഈ ഒരു പിൻഭാഗത്തിന് കൊടുക്കുന്നുണ്ട്. ഇനി ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 219 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ നിലവിലെ അവൈലബിൾ സ്പേസ് എന്ന് പറയുന്നത്. അതായത് 3 റോ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 219 ലിറ്റർ മാത്രമേ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് ലഭിക്കുള്ളൂ. അതായത് ചെറിയ 2-3 ബാഗ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ ഈ 2 സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 700 ലിറ്ററോളം ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് കൂടുതൽ സാധനങ്ങൾ ഈ ഒരു വാഹനത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് ആണ് Kia Carens ക്ലാവിസിൽ Kia അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ റീഡിസൈൻ ചെയ്തിട്ടുള്ള പ്രീമിയം ഫീൽ കിട്ടുന്ന പ്രീമിയം ടച്ച് തരുന്ന മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീറ്റിൻ്റെ ഫാബ്രിക്സ് നോക്കുകയാണെങ്കിലും നല്ല ഒരു ബേജ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതൊരു വളരെ പ്രീമിയം റിച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടും ഓഫർ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് വെന്റിലേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സെൻട്രൽ കൺസോളിലേക്ക് നോക്കുകയാണെങ്കിലും ആ ഒരു ബേജ് കളറിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഒരു സ്റ്റിയറിംഗ് വീലിലും കാണാനായിട്ട് സാധിക്കും. ഒരു ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. Kia Cerosൽ കണ്ടിരിക്കുന്ന ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ADASന്റെ കൺട്രോൾസും മൾട്ടിമീഡിയ ഫംഗ്ഷൻസും ഒക്കെ വരുന്നുണ്ട്. കൂടാതെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു 12 ഇഞ്ചിൻ്റെ 2 സ്ക്രീനാണ്. 12 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് വയർലെസ് ആയിട്ട് ലഭിക്കും. കൂടാതെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ADASന്റെ ഫംഗ്ഷൻ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു സെൻട്രൽ കൺസോളിന്റെ താഴെയായിട്ട് നമുക്കൊരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് അറ്റ് എ ടൈം മൾട്ടിമീഡിയയും AC കൺട്രോൾസും സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും, സ്വാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് Kia ഇതിനെ വിളിക്കുന്നത്. വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും USB ചാർജിങ് പോർട്ട്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ്റെ ബട്ടൺസ് ഇവിടെയാണ് വരുന്നത്. ഡ്രൈവ് മോഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഡെഡിക്കേറ്റഡ് ബട്ടൺസും കാണാനായിട്ട് സാധിക്കും. ഇതൊരു 7 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എയ്റോസ്പേസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഗിയർ ലിവറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഈ കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് കൂൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ലഭിക്കുന്നുണ്ട്. സോ ആംറസ്റ്റിൽ ബേജ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ബ്ലാക്ക് കളറായിരുന്നെങ്കിൽ പെട്ടെന്ന് ചെളിയാകാതെ നമുക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ആംറസ്റ്റ് ആണ് വരുന്നത്. നമുക്കൊരു ചെറിയ ട്രേ വരുന്നുണ്ട്. ഈ ട്രേ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഡ്രൈവർ സീറ്റിന് നമുക്ക് മാനുവലിയാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. എന്നാൽ നമുക്ക് ലെങ്തും റീച്ചും നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയൊരു പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. സൺഗ്ലാസ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ആ ഒരു പനോറമിക് സൺറൂഫിൻ്റെ ബട്ടൺസ് ഇവിടെയാണ്, കൺട്രോൾസ് ഇവിടെയാണ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. ബോസിൻ്റെ വളരെ മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി തരുന്ന ഒരു സ്പീക്കർ സിസ്റ്റവും മ്യൂസിക് എക്സ്പീരിയൻസുമാണ് Kia നമുക്ക് ഓഫർ ചെയ്യുന്നത്. സോ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ വളരെ വെൽ പാക്ഡ് ആയിട്ടുള്ള പ്രീമിയം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് നല്ലൊരു ടച്ച് ഫീൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു ഇന്റീരിയറാണ് ഈ ഒരു Kia Carens ക്ലാവിസിൽ Kia ഒരുക്കിയിരിക്കുന്നത്.
നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ദീർഘദൂര യാത്രകളിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഏറ്റവും തേർഡ് റോയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഒരു പക്ഷേ നമുക്ക് ആർക്കും തേർഡ് റോയിൽ ഇരിക്കാനായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല. കാരൻസ് ക്ലാവിസിലേക്ക് വരുമ്പോൾ തേർഡ് റോയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഇറങ്ങാനും കയറാനും ഉള്ള ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടണോട് കൂടി, ഈ ബട്ടൻ്റെ പ്രസ്സോട് കൂടി ഒറ്റ ഫോൾഡിൽ ഫുള്ളായിട്ട് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും വളരെ അനായാസം കയറാനും ഇറങ്ങാനായിട്ട് സാധിക്കും. ഈ ഒരു സീറ്റ് മാക്സിമം ഇതിൻ്റെ റിക്ലൈൻ പൊസിഷനിലാണ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലത്തെ സീറ്റ് ബാക്ക് ടു പൊസിഷനിലേക്ക് വെച്ചാൽ പോലും അത്യാവശ്യം നമുക്കൊരു ലെഗ് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സീറ്റിൻ്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ലെഗ് സ്പേസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അണ്ടർ തൈ സപ്പോർട്ട് വളരെ കുറവാണ്. അത് എല്ലാ 7 സീറ്റർ വാഹനങ്ങൾക്കുള്ളതുപോലെയും ഈ ഒരു വാഹനത്തിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ തീരെ മോശമല്ലാത്ത ഒരു സീറ്റ് പൊസിഷൻ നമുക്ക് ഇതിനകത്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്കിവിടെ ഒരു ആംറസ്റ്റിൻ്റെ ഭാഗം വരുന്നുണ്ട്. അവിടെ കപ്പ് ഹോൾഡേഴ്സോട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് വരുന്നത്. ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. AC വെൻസും റീഡിംഗ് ലാംപ്സും ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സോ കിഡ്സിനാണ് കൂടുതൽ പ്രിഫറബിൾ ഈ ഒരു തേർഡ് റോ സീറ്റ്. എന്നാൽ അഡൾട്ട്സിനും ഒരു ചെറിയ ഷോർട്ട് ജേണി വരെ ഈ ഒരു തേർഡ് റോ സീറ്റ് യൂസ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട്. ഇതാണ് കിയ കാരൻസിന്റെ ക്യാപ്റ്റൻ സീറ്റ് വരുന്ന വെർഷൻ. അങ്ങനെയാണെങ്കിൽ 6 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ടിൽ 2 പേർക്കും, നടുവിൽ 2 പേർക്കും, പിൻഭാഗത്ത് 2 പേർക്കും മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. കൂടാതെ നമുക്ക് 7 സീറ്റർ ഓപ്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ ക്യാപ്റ്റൻ സീറ്റ് നമുക്ക് ലഭിക്കില്ല. ഇവിടെ 3 പേർക്കും, ഫ്രണ്ടിൽ 2 പേർക്കും, ബാക്കിൽ 2 പേർക്കും, അങ്ങനെ 7 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ക്യാപ്റ്റൻ സീറ്റിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ട് കിട്ടുന്ന നല്ലൊരു റിയൽ ക്യാപ്റ്റൻ സീറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റൻ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ട്രേ ടേബിൾ വരുന്നുണ്ട്, ലാപ്ടോപ്പ്, ആൻഡ് ഇതിൽ നമുക്ക് ബോസ് മോഡ് വരുന്നുണ്ട്. ഇവിടെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് കുറച്ചുകൂടി മുമ്പോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ലെഗ് റൂം കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടും. നമുക്കിവിടെ ചാർജിങ് പോർട്ട്സ് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസസ് വരുന്നുണ്ട്. ഇവിടുത്തെ AC-യുടെ പിൻഭാഗത്ത് AC-യുടെ ബ്ലോറിൻ്റെ കൺട്രോളും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. കൂടാതെ സ്മാർട്ട് എയർ പ്യൂരിഫയറിൻ്റെ ഒരു സിസ്റ്റവും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിനുള്ളിലെ എയർ കുറച്ചുകൂടി പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. and നമുക്കിവിടെ AC വെൻസ് വരുന്നുണ്ട്. വലിയൊരു പനോരമിക് സൺറൂഫും വരുന്നുണ്ട്. കൂടാതെ സൺ ബ്ലൈൻഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കുറച്ചുകൂടി പ്രൈവസി ഓറിയൻറ്റഡ് ആയിട്ട് യാത്ര ചെയ്യാനായിട്ടും ഈ ഒരു സൺ ബ്ലൈൻഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ബോസ് മോഡിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാപ്റ്റൻ സീറ്റാണ് ഈ ഒരു കിയ കാരൻസ് ക്ലാവിസിൽ കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ വില നിലവിൽ കിയ അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ദിവസം ഇതിന്റെ ലോഞ്ചിങ്ങും വിലയും കിയ അനൗൺസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു 7 സീറ്റർ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വില എന്ന് പറയുന്നത് 20 lakhs ചേർന്നിട്ടുള്ള ഒരു വിലയാണ്. നിങ്ങളൊരു 7 സീറ്റർ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നു, കുറച്ചുകൂടി പ്രീമിയം എലമെൻറ്റ്സ് നിങ്ങൾക്ക് വേണം, പ്രീമിയം എക്സ്പീരിയൻസ് വേണം, പ്രീമിയം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് കിയ കാരൻസ് ക്ലാവിസ്. കാരൻസുമായിട്ട് എന്താണ് വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ നീളത്തിലോ വീതിയിലോ യാതൊരുവിധ വ്യത്യാസവും വന്നിട്ടില്ല. എന്നാൽ പുതിയ പ്രീമിയം ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രീമിയം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഒരു കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ആൻഡ് റിയർ ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. ക്യാപ്റ്റൻ സീറ്റുകൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ലക്ഷ്യൂറിയസ് പ്രോഡക്റ്റാണ് കിയ കാരൻസ് ക്ലാവിസ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു പക്ഷേ നിങ്ങൾ ഒരു MPV നോക്കുന്നുണ്ടെങ്കിൽ, ഒരു 20 lakhs ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കിയ കാരൻസ്. അതിൽ നിങ്ങൾക്ക് ഡീസൽ വേണോ, പെട്രോൾ വേണോ, ഓട്ടോമാറ്റിക് വേണോ, IMT വേണോ, നിരവധി എഞ്ചിൻ ഓപ്ഷനുകളും ട്രാൻസ്മിഷൻ ഓപ്ഷനുകളുമാണ് കിയ ഈ ഒരു വാഹനത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്യാപ്റ്റൻ സീറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് മീറ്റിംഗ്സും ബിസിനസ് ട്രിപ്സും ഈ ഒരു വാഹനത്തിനുള്ളിൽ തന്നെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ വാല്യൂ ആഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് കിയ കാരൻസ് ക്ലാവിസ് എന്ന് പറയുന്നത്. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.